ഹായ് ഫ്രണ്ട്സ്, ഷിനോ സച്ചിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെലവഴിക്കുന്നത് മനോജ് തുവപ്പാറ എന്ന ചിത്രകലാകാരനോടൊപ്പമാണ്. ഒരു ബിന്ദുവിൽ നിന്നും മനോജിനെ പറ്റി പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ നമുക്കല്പം പിന്നോട്ട് പോയി തിരിച്ചു വരാം. മനോജ് എങ്ങനെയാണ് ഒരു ഗുരുനാഥനിലേക്ക് എത്തിപ്പെടുന്നത്? ഗുരുനാഥനിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോവിഡ് എന്ന മഹാമാരി വന്ന സമയത്ത് വീട്ടിൽ പണിയൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറേ ശില്പങ്ങളും ഏറെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും അത് എൻ്റെ കൂടെ പഠിച്ച ചേമഞ്ചേരി UP സ്കൂളിലെ തേൻമുട്ടായി എന്ന ഗ്രൂപ്പിലെ കൂട്ടുകാരത് കാണാനിടയാവുകയും അവർ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം SK പൊറ്റക്കാട് മ്യൂസിയത്തിലെ ചുമർചിത്ര വിഭാഗത്തിലെ KR ബാബു സാറിൻ്റെ അടുത്ത് എത്തിക്കുകയും അതിനുശേഷം അവിടെ ഒരു ചുമർചിത്രാവിഷ്കാരം നടത്താനുള്ള ഒരു അവസരം കിട്ടുകയും അത് അറേബ്യൻ വേൾഡ് റെക്കോർഡിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുമ്പോൾ, കുടുംബ പ്രാരാബ്ദങ്ങളുടെ തടവറയിൽ കഴിയേണ്ടി വരുമ്പോൾ, തൻ്റേതായ സ്വപ്നങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ലെന്ന പ്രായോഗിക ബുദ്ധി ജീവിതത്തിൽ പ്രയോഗിച്ച, അല്ലെങ്കിൽ പ്രയോഗിക്കാൻ നിർബന്ധിതനായവൻ, അതായിരുന്നു മനോജ്. അങ്ങനെ നാൾവഴികൾ കടന്നു പോകവേ ലോകം മുഴുവൻ വിപത്ത് വിതച്ച കോവിഡ് എന്ന മഹാമാരി കടന്നു വരുന്നു. രാജ്യം നിശ്ചലമായ, ആളുകൾ വീടുകളിൽ ബന്ധനസ്ഥരായ, എല്ലാവരും ഒഴിഞ്ഞാകാശങ്ങളിൽ പ്രതീക്ഷകൾ തിരയുന്ന അക്കാലത്ത് 35 വർഷത്തോളം തൻ്റെ ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, തൻ്റെ എല്ലാമായ ചിത്രകല എന്ന വാസന മലവെള്ളം കണക്കെ അണപൊട്ടി പുറത്തേക്ക് ഒഴുകി. മനോജ് ക്യാൻവാസുകളിലും പേപ്പർ ഷീറ്റിലും ചിത്രങ്ങൾ വരച്ചു, മതിവരോളം വരച്ചു കൂട്ടി. സിമന്റ് ശില്പങ്ങൾക്ക് ജന്മം നൽകി. അങ്ങനെ തൻ്റേതായ ഒരു ലോകത്തേക്ക് അയാൾ നിറഞ്ഞാടി. 1981 കാലഘട്ടത്തിൽ ചേമഞ്ചേരി UP സ്കൂളിൽ അക്ഷരമത് നുകരാനെത്തിയ വിദ്യാലയ കുഞ്ഞു പൂമ്പാറ്റുകൾ പിന്നീട് രൂപകൽപ്പന ചെയ്ത തേൻമുട്ടായി എന്ന സൗഹൃദ കൂട്ടായ്മയിലെ ചിലർ മനോജിൻ്റെ ചിത്രങ്ങൾ കാണാനിടയാവുകയും അവരുടെ പരിശ്രമഫലമായി മനോജ് KR ബാബു എന്ന ചിത്രകലാ അധ്യാപകനിലേക്ക് എത്തുകയും ചെയ്യുന്നു. മനോജ് കുമാർ CK എന്ന പെയിൻറ്റിംഗ് തൊഴിലാളിയിൽ നിന്നും മനോജ് തുവപ്പാറ എന്ന ചിത്രകാരനിലേക്കുള്ള അതിവേഗ പ്രയാണമാണ് നാം പിന്നീട് കണ്ടത്. പുതിയറയിലുള്ള SK പൊറ്റക്കാട് മ്യൂസിയത്തിൽ പൊറ്റക്കാടിൻ്റെ ജീവചരിത്രം 100ഓളം ദിവസമെടുത്ത് ചുമർചിത്രമായി ആവിഷ്കരിച്ചുകൊണ്ട് ആ അധ്യാപകൻ്റെ കൈപിടിച്ച് 49ഓളം കലാകാരന്മാരോടൊപ്പം മനോജ് നടന്നു കയറിയത് 2023 അറേബ്യൻ വേൾഡ് റെക്കോർഡിലേക്കാണ്. തുടർന്ന് 160 ആർട്ടിസ്റ്റുകൾ 160 മീറ്റർ നീളത്തിൽ 160 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലൈവായി വരച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിനും അർഹരായി. അവിടെയും മനോജിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ദുബായിൽ വെച്ച് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ മനോജ് അടക്കം 12 കലാകാരന്മാർ പങ്കെടുത്തു. അന്നവർ എത്തിപ്പിടിച്ചത് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ആർട്ടിസ്റ്റ് അറ്റ് ദ ഇൻഡോ അറബ് ആർട്ട് ഫെസ്റ്റ് 2024 ചായക്കൊട്ടുകളിൽ ചുംബനം നൽകുന്ന ബ്രഷുകളുമായി വിസ്മയം തീർക്കുന്ന മനോജിനെ തേടി പിന്നീട് പ്രാദേശികവും അല്ലാത്തതുമായ നിരവധി അംഗീകാരങ്ങളെത്തി. എല്ലാ അംഗീകാരങ്ങളും പ്രചോദനങ്ങളാണെന്നും ഭാര്യ സന്ധ്യയും മക്കളായ അക്ഷയും ആദിത്യം അതുപോലെയോ ഒരുപക്ഷെ അതിലേറെയോ പ്രോത്സാഹനം നൽകുന്നുവെന്നും മനോജ് തുവപ്പാറ സാക്ഷ്യപ്പെടുത്തുന്നു. അലയൊലികളടങ്ങാത്ത കാപ്പാടിൻ്റെ തീരത്തു നിന്നും, ചരിത്രാവശേഷിപ്പുകളുടെ സ്മരണകൾ ഉയർത്തുന്ന ഈ തീരത്തു നിന്നും ചിത്രകലയുടെ മാസ്മരിക ലോകം കീഴടക്കാൻ മനോജ് തുവപ്പാറ എന്ന കലാകാരന് കഴിയട്ടെ എന്ന് ഷിനോദ് സച്ചിൻസ് വീഡിയോയും അണിയറ പ്രവർത്തകരും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. മറ്റൊരു വീഡിയോയുമായി തീർച്ചയായും ഞങ്ങളെത്തും. അതുവരേക്കും വിട.